ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബേമാക്സിൻ്റെ ഫൈനൽ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബേമാക്സിൻ്റെ ഓണറിനെയാണ്. അങ്ങനെ അവൻ ഗുഡ് മോർണിംഗ് ബേമാക്സ് എന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ബേമാക്സ് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, അവൻ ബേമാക്സിൻ്റെ റൂട്ട് മാപ്പ് നോക്കുകയാണ്. റൂട്ട് മാപ്പ് നോക്കിയപ്പോൾ തന്നെ അവന് മനസ്സിലാവുകയാണ് ബേമാക്സ് ആദ്യം പോയത് ആൻ കാസിയുടെ കഫേയിലേക്കാണ്. അങ്ങനെ ഇവൻ നേരെ തന്നെ ആൻ കാസിയുടെ കഫേയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ് അവൻ ചെന്നിട്ട് 2 ദിവസമായല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ അവൻ എന്നാൽ ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറയുമെങ്കിലും ആൻറ്റി പറയാണ് നീ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഞാനും വരുന്നുണ്ട് എന്ന് പറയാണ്. സാധാരണ തിരക്കുണ്ടെങ്കിലും കൂടി ബേമാക്സിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അവർ വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ടീമായിട്ട് തന്നെ അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവർ നേരെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച ആ മുത്തശ്ശീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു എൻ്റെ ബൊറാക്സിനെ കാണാതായോ എന്നാണ് ഇവരോട് അവർ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബേമാക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരുടെ ബൊറാക്സിനെയും കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഇവരോട് കൂടെ ടീമപ്പ് ആവുകയാണ്. അങ്ങനെ ഇവർ നേരെ പോകുന്നത് നമ്മുടെ MBTയുടെ വീട്ടിലേക്കാണ്. അതായത് ഫിഷ് സൂപ്പ് ചെയ്യുന്ന ചങ്ങായില്ലേ, അവൻ്റെ വീട്ടിലേക്ക്. അവൻ പറയാണ് ഞാനും സഹായിക്കാം, എൻ്റെ വണ്ടിയിൽ കയറിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ ഇവർ പോകുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയില്ലേ അവളുടെ അടുത്തേക്കാണ്. അങ്ങനെ അവളും ബേമാക്സിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണ്. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ ടീമപ്പ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഇവർ ചെന്ന് വിടുന്നത് ആ പൂച്ചയല്ലേ അതിൻ്റെ അടുത്തേക്കാണ്. ആ അമ്മച്ചിയില്ലേ, ആ അമ്മച്ചി പൂച്ചയ്ക്ക് ഒരു ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ പൂച്ച എടുക്കാൻ നേരം തന്നെ ആ പൂച്ചയുടെ കൈയിൽ നിന്ന് ആ ലോലിപോപ്പ് താഴെ വീഴുകയാണ്. ഈ ലോലിപോപ്പ് കണ്ടത് ഇവർക്ക് മനസ്സിലാവാണ് ബേമാക്സിനെ ഇവർക്ക് അറിയാമെന്ന്. അങ്ങനെ ഇവർക്ക് മനസ്സിലാവുകയാണ് ബേമാക്സ് ഈ പൂച്ചയെ സഹായിച്ചിട്ടുണ്ടെന്ന്. അത് ഒരു പഴയ വെയർഹൗസ് ആയിരുന്നു. അങ്ങനെ അവിടെ എത്തിപ്പെടുകയാണ്. ആ ഗോഡൗണിലെ എഞ്ചിനീയേഴ്സ് ആ ഗോഡൗൺ പൊളിക്കാനുള്ള തീരുമാനത്തിലാണ്. അവിടെ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ അത് പൊളിക്കും. ഇവർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ MBTയും KSയും ചേർന്ന് ഫുഡിൻ്റെ സ്മെൽ സെറ്റ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും ആ എഞ്ചിനീയേഴ്സിനെ മാനേജ് ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും ആ പെങ്കൊച്ചും കൂടെ അകത്തേക്ക് കയറുകയാണ്. ഇതിനിടയിൽ തന്നെ നമ്മുടെ അമ്മച്ചിയില്ലേ, ആ അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഇരുമ്പ് ഗേറ്റ് തള്ളുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പൂച്ചയുടെ സഹായത്തോടു കൂടി ഇവർ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറിപ്പെടുകയാണ്. അങ്ങനെ ഇവർ ബേമാക്സിനെ എടുക്കുകയാണ് അതിനുള്ളിൽ നിന്ന്. ബേമാക്സിനെ ഇവർ കണ്ടെത്തിക്കുന്നത്. അതിനുള്ളിൽ ഇവർ രണ്ടാളും കയറി അവിടെ നിന്ന് ബേമാക്സിനെ എടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ എഞ്ചിനീയേഴ്സ് ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇവർ ഫുഡ് തരാൻ ലേറ്റ് ആകുന്നു എന്ന് പറഞ്ഞ് ആ ബിൽഡിംഗ് പൊളിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അങ്ങനെ ഇവർ ആ ബട്ടൺ അമർത്താൻ പോവാണ്. ആ ബട്ടൺ അമർത്തി ആ ബിൽഡിംഗ് ഒന്നതിന് ഡിസ്ട്രാക്റ്റ് ആകും. അതിനിടയിൽ തന്നെ ബേമാക്സിനെ ആ അമ്മച്ചിയും ആ പെൺകുട്ടിയും ചേർന്ന് ഒരു കുഴിയിലേക്ക് ഇറക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആ അമ്മച്ചിയിലെ സ്വിമ്മിംഗ് പൂൾ അമ്മച്ചി അത് അവിടെ പെട്ടുപോവുകയാണ്. ഇതിനിടയിൽ തന്നെ ആ പൂച്ചല്ലേ, ആ പൂച്ച നേരെ ആ ബിൽഡിങ്ങിൻ്റെ റൂഫിലേക്ക് കയറുന്നുണ്ട്. ഈ ഒരു പൂച്ചനെ കണ്ടത് അവർ ആ ഡിസ്ട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് ഒരു ജീവൻ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പൂച്ച കാരണം അവരുടെ എല്ലാവരുടെയും ജീവൻ അവിടെ നിന്ന് സേവ് ആവുകയാണ്. അങ്ങനെയായിട്ട് അവർ എല്ലാവരും ഹാപ്പി ആവുകയാണ്. അങ്ങനെ നമ്മുടെ MBT അല്ലേ, MBTയുടെ വാനിൽ പോയിട്ട് ബേമാക്സിനെ ചാർജ് ചെയ്യാനുള്ള പ്രോസസ്സ് ഇവർ ആരംഭിക്കുകയാണ്. അതായത് ബേമാക്സിനെ ചാർജ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ബേമാക്സിനോട് നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബേമാക്സ് പറയാണ് അതെ ഞാനിപ്പോൾ ഹാപ്പിയാണെന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആവുകയാണ്. അതോടെ ഈ ബേമാക്സ് എന്ന സീരീസ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബേമാക്സ്, അടിപൊളിയല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സീരീസിനായി കാത്തിരിക്കാം. അതുവരെ ബൈ.